ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായാലും ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് നല്ല തിരക്കായിട്ടാണ് കേട്ടോ. ഞാൻ റെഗുലറായിട്ട് ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. എല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ നമുക്കൊന്നൊരു വാഞ്ചോ കേക്ക് സെറ്റ് ആക്കിയാലോ. ഇതൊരു 750 ഗ്രാംസിൻ്റെ ഓർഡറായിരുന്നു കേട്ടോ. പക്ഷേ കേക്കിൻ്റെ ടോട്ടൽ വെയിറ്റ് നോക്കിയാൽ 1 kg മുകളിൽ കാണും. കാരണം നമ്മൾ ഹോം ബേക്കേഴ്സ് എല്ലാം ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് വെയിറ്റിലൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. നമ്മൾ എപ്പോൾ ചെയ്താലും വെയിറ്റ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ ഞാനിവിടെ കേക്ക് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഫൈനൽ കോട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് ക്രീം വെച്ചിട്ടാണ് ഫസ്റ്റ് കേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുവാണേ. കുറേശ്ശെ സൈഡിലൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്താലും മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡിന് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിത് ഈസിയാണ്, അതുകൊണ്ടാണ് ഞാനിത് ഫോളോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു സ്ക്രേപ്പറോ കാർഡോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഷാർപ്പ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. നമുക്കിനി ഈ കേക്ക് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനെപ്പോഴും ചെയ്യുന്നത് ഇതുപോലെ വൈറ്റ് ക്രീമിൽ കേക്ക് ആവശ്യത്തിന് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തെടുത്ത ശേഷം ഒരു ലൈറ്റായിട്ട് മാത്രം നമ്മളൊന്ന് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു തിൻ ലെയർ എപ്പോഴും ചെയ്തെടുക്കും. അപ്പോൾ കേക്ക് കാണാനും ഭംഗിയുണ്ടാവും. മാത്രമല്ല ഒരു വളരെ കുറച്ച് കളർ മാത്രമേ നമുക്ക് കേക്കിലോട്ട് വരത്തും ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു മെത്തേഡ്. ഞാനതാണ് കേട്ടോ എപ്പോഴും ഫോളോ ചെയ്യാറുള്ളത്. കേക്കുകളിൽ എപ്പോഴും കളർ കുറച്ച് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു സ്ക്രേപ്പർ വെച്ചിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഷാർപ്പഡ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ കേക്ക് ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് മോളായിരുന്നു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഡിസൈൻ അവർ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആക്ച്വലി ഫോണ്ടൻ്റൊക്കെ വെച്ചിട്ടുള്ള ഡെക്കറേഷനായിരുന്നു. ഫോണ്ടൻ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒരു പേപ്പർ ടോപ്പർ വെച്ചാൽ മതി എന്നാണ് കേട്ടോ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ നമ്മൾ ക്രീമൊക്കെ വെച്ചിട്ട് കുറച്ച് ഫ്ലോറൽ പ്രിൻസൊക്കെ കൊടുക്കാനും ഉണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഞാനിവിടെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കേക്ക് ബോർഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ടിഷ്യൂ വെച്ചിട്ട് നീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബോർഡെല്ലാം ഞാനിവിടെ നീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഫസ്റ്റ് നമ്മൾ റൈറ്റിങ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നാണ് എഴുതാനുണ്ടായിരുന്നത്, അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഗനാഷ് അല്ല, ആക്ച്വലി ഇത് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ 2 ഡ്രോപ്സ് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി വർക്കെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. ഗനാഷ് പോലല്ല കേട്ടോ, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ നിന്ന് പുറത്തോട്ട് വരാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ കേക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ട്. നമുക്ക് ഈ ഇങ്ങനെയുള്ള ഫ്ലവേഴ്സിന് പകരം നമുക്ക് ഫോണ്ടനിലുള്ളതാണെങ്കിൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫോണ്ടൻ്റ് വർക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മൾ പകരം ഇങ്ങനെ വെച്ച് ചെയ്ത് കൊടുക്കുന്നത്. ക്രീമാണെങ്കിലും കുറച്ചുകൂടെ എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാനൊരു പരീക്ഷണം എന്നോണം ഇതുപോലെ ഒന്ന് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ കേക്കൊന്ന് സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ടോപ്പിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കേക്കിന് ചുറ്റും നമ്മൾ ഇതുപോലെ ഫ്ലവേഴ്സ് ഒന്ന് വരഞ്ഞു കൊടുക്കുവാണേ. അപ്പോൾ ടോപ്പിലുള്ളതുപോലെ കേട്ടോ, സൈഡിൽ വരയ്ക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ടോപ്പിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റി. സൈഡിൽ പതിയെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് അത്യാവശ്യം കുറച്ച് ദിനം ട്രാവൽ ചെയ്യാനുള്ളതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഗനാഷ് അവോയ്ഡ് ചെയ്തത്. അതുകൊണ്ടാണ്, കാരണം നമ്മുടെ ക്ലൈമറ്റ് ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഗനാഷ് ആകുമ്പോൾ അതൊന്ന് മെൽറ്റ് ചെയ്ത് പോയാലോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്തത് ഇങ്ങനെ. നമ്മുടെ കേക്ക് എന്തായാലും അവിടെ സേഫായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ വീഡിയോയിലൊക്കെ കാണുന്നതിനേക്കാളും ഭംഗിയായിരുന്നു കേട്ടോ നേരിട്ട് കാണാനായിട്ട്. പിസ്ത ഗ്രീനിൽ ആ ഒരു റെഡ് കളർ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കേക്ക് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ പരിപാടി ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ഞാനിവിടെ ഗോൾഡ് കളറിലുള്ള കുഞ്ഞു ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. അവരയച്ച ഡിസൈനിൽ ഇങ്ങനെയാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ഫ്രണ്ട് പോർഷനിലൊക്കെ നമ്മൾ കുറച്ച് ഷുഗർ ബോൾസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ടോപ്പർ ഇതാണ്. അവർ ഫോണ്ടനിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതിന് പകരം ഏകദേശം ആ ഒരു ടൈപ്പിന് വരുന്ന ഒരു പ്രിൻ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 ബട്ടർഫ്ലൈസ് കൂടെ വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടെ വെച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന്